പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുടെ നാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു. ഞങ്ങളുടെ ഓരോ മേഖലകളിലും അങ്ങയുടെ സജീവമായ സാന്നിധ്യം പ്രവർത്തികൾ കൊണ്ട് ആശ്വസിപ്പിക്കലായും കൂടെ നടക്കലായുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി നല്ലവനായ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങളായിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ കൂടെയായിരുന്ന വലിയ സ്നേഹത്തെയും നിൻ്റെ സാമീപ്യത്തെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, പലപ്പോഴും നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിലായിരുന്നു. എപ്പോഴൊക്കെ ഞങ്ങൾ നിന്നിൽ നിന്നും നിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും മാറി നടന്നുവോ അപ്പോഴൊക്കെ ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞങ്ങളെ തേടി വരുന്ന നിൻ്റെ സ്നേഹം, ഞങ്ങളെത്രമാത്രം നിന്നെ വിട്ട് അകന്നാലും പിന്നാലെ വരുന്ന സ്നേഹവുമായി ക്ഷമിക്കലിൻ്റെയും ഒക്കെ സ്നേഹമായി വീണ്ടും വീണ്ടും കൂടെ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനം ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കാം. ദിവ്യകാരുണ്യ ആരാധനയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ആയതിനാൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ലോകം നൽകുന്ന സമാധാനം നൈമിഷികമാണ്, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ ദൈവം നൽകുന്ന സമാധാനം അത് ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ ലോകാവസാനം വരെ നമ്മുടെ കൂടെയുള്ളതാണ്. ലോകം നൽകുന്ന താൽക്കാലിക സമാധാനവും സന്തോഷത്തെക്കുറിച്ചല്ല ഈശോയോട് പറയുക. നാം നമ്മളെ പറ്റ് പലരോടും വാക്കുകൾ പറയാറുണ്ടല്ലോ, കൂടെയുണ്ടാവും, സാരമില്ല എന്നൊക്കെ നമ്മൾ പലരെയും ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആശ്വസിപ്പിക്കൽ കൊണ്ടും സമാധാനപ്പെടുത്തൽ കൊണ്ടൊന്നും പലപ്പോഴും ആ വ്യക്തിക്ക് യഥാർത്ഥമായ സമാധാനം ലഭിച്ചു എന്ന് വരില്ല. അത് നമ്മുടെ ലോകത്തിൻ്റേതായ ചില
ആശ്വാസ പ്രകടനങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ആ വ്യക്തി ഈശോയുടെ യഥാർത്ഥ സമാധാനം അനുഭവിക്കണം. നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ ആ വ്യക്തിയെ ഈശോയുടെ സമാധാനത്തിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ആശ്വസിപ്പിക്കലിന് വിലയുണ്ട്. ലോകത്തിൽ നടക്കുന്ന പല ആശ്വസിപ്പിക്കലും പലപ്പോഴും ചേർത്ത് നിർത്താനുള്ള ആശ്വസിപ്പിക്കലല്ല, മറിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്താൻ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിന്നെ ആശ്വസിപ്പിക്കുന്നുവെന്നോ വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള വാക്കുകളായി മാറുകയാണ്. അല്ലാത്ത നിസ്വാർത്ഥമായ ഈശോയിലേക്ക് ചേർത്ത് നിർത്തുന്ന ധാരാളം വ്യക്തികളെ നമുക്കറിയാം. എങ്കിലും ലോകത്തിൻ്റേതായ ഒരു പൊതുവായ ചിന്ത അങ്ങനെയാണ്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്നവരോടാണ് ദൈവം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. കാരണം ഈ ലോകം നൽകുന്നത് പോലുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന്. കാരണം നമ്മുടെ ഇന്ന് കൂടെ നിന്നവർ നാളെ പലപ്പോഴും നമ്മുടെ കൂടെ കാണില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളിൽ നിന്നും വിട്ടകലും. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറുപുറങ്ങൾ തേടി അവർ യാത്രയാകും. അപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ കൂടെ നിൽക്കുവാനും ഈശോ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉടമ്പടി അതാണ്. അവൻ്റെ തോളിൽ കുരിശുള്ളപ്പോഴും അവൻ്റെ തലയിൽ മുൾമുടിയുള്ളപ്പോഴും അവൻ്റെ തിരുവിലാവ് കുത്തിത്തുറക്കപ്പെട്ടപ്പോഴും അവിടത്തേക്ക് നമ്മോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടി അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൃപകൾ തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത്. നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കുരിശാണല്ലോ. കുരിശെന്ന് പറയുന്നത് മരണത്തിനപ്പുറം വലിയ ഉദ്ധാനമുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശ തന്നെയാണ്. ഈ ദിവ്യകാരുണ്യം ആ കുരിശിലേക്ക് ചേർന്ന് നിർത്തുവാനുള്ള, ആ കുരിശിൻ്റെ അപ്പുറമുള്ള ഒരു ഉദ്ധാന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ ഈ ദിവ്യകാരുണ്യം നമുക്കെപ്പോഴും ആശ്വാസമായി കൂടെയുണ്ട്. സമാധാനത്തിൻ്റെ സന്ദേശമായി, ഭയപ്പെടുത്തലിൽ നിന്നെല്ലാം ആശ്വാസമായി, സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, നാളെ ഇതുവരെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടി, നീ എനിക്ക് കരുതി വച്ചിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഉടമ്പടി പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ എൻ്റേതായ ഇഷ്ടങ്ങളിലൂടെ, എൻ്റേതായ താല്പര്യങ്ങളിലൂടെ, എൻ്റേതായ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, തെറ്റ് ചെയ്യാതിരുന്നിട്ട് നിൻ്റെ തിരുത്തോളിൽ കുരിശെടുത്ത് വച്ച് നൽകിയപ്പോഴും നീ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പലപ്പോഴും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടും ആ കുരിശ് ഞങ്ങളുടെ തോളിൽ നിന്നും മറ്റുള്ളവരുടെ തോളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്നും അറിയാത്തവരെ പോലെ സ്വയം ന്യായീകരിച്ച് നിൽക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഇങ്ങനെയുള്ള ലോകത്തിലാണ് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ അത്ഭുതം നമ്മൾ കാണുക. സ്വയം ഇല്ലാതായി തീരാൻ, സ്വയം മുറിയാൻ, സ്വയം കുരിശു വഹിക്കാൻ അവിടുന്ന് നമുക്ക് മാതൃക നൽകുകയാണ്. ആ സ്നേഹത്തിൻ്റെ പാത പിന്തുടരുവാനുള്ള കൃപ ഈശോയെ നീ നൽകണമേ. ഈശോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി വഹിച്ച കുരിശിൻ്റെ യോഗ്യതയാലും, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ യോഗ്യതയാലും ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഈശോയെ സമൃദ്ധിയുമായി ബുദ്ധിമുട്ടുന്നവർ, രോഗങ്ങളായി ബുദ്ധിമുട്ടുന്നവർ ഇവരെല്ലാം അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി വിജയം കാത്തിരിക്കുന്നവർ, നാളെ പരീക്ഷകളിൽ ഉൾപ്പെടുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി കണ്ണീരൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ജോലിക്കായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൻ്റെ മേഖലയിൽ പലവിധ കാരണങ്ങളാൽ പഠനം തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും ജോലി തടസ്സപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി ഈശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ വിടുതൽ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപയായിരിക്കണമേ, കരുണയായിരിക്കണമേ. നിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും നിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താലും തിരുക്കുരിശിൻ്റെ അഭിഷേകത്താലും ഞങ്ങൾക്ക് വേണ്ടിയ അങ്ങ് ചിന്തിയ 5 തിരുമുറകളുടെ യോഗ്യതയാലും ദീപികാരനാഥ ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമ